അവിടെ നമ്മൾ കാണുന്ന കാര്യം, പിശാചിൻ്റെ അധികാരങ്ങളെല്ലാം തകർക്കപ്പെടുകയും പിശാചിൻ്റെ എല്ലാ ആയുധവർഗങ്ങളും നിഷ്ഫലമാക്കപ്പെടുകയും പിശാചിൻ്റെ അവൻ ചെയ്യുന്ന എല്ലാ മനുഷ്യരാശിയെ വഞ്ചിക്കുവാനായിട്ട് ചെയ്യുന്ന എല്ലാ അവൻ ഉപയോഗിക്കുന്ന രീതികളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞ പോലെ ഒരു മരം, അതിൻ്റെ വേരുകൾ, അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട തായ്വേര് തന്നെ അറുക്കപ്പെട്ടിരിക്കുന്നു എന്നൊരർത്ഥത്തിൽ, അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആത്മീയമായി ക്രിസ്തുവിൽ പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുകയും നമുക്കത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അതിനൊരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം എന്ന് പറയുന്നത് കാൽവരി ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ച വീണ്ടെടുപ്പും ആ രക്ഷയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല ആത്മീയമായിട്ടുള്ള ക്രിസ്തീയമായിട്ടുള്ള സത്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും വിശ്വസിക്കാനും പ്രവേശിക്കാനുമായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്ത് മനുഷ്യരാശിയെ വഞ്ചിക്കാനും തെറ്റായ ചിന്താഗതികൾ അവരിൽ ഉളവാക്കുവാനും പാപത്തിന് അവരെ കീഴ്പ്പെടുത്തുവാനും ഉപയുക്തമാകുന്ന നിലയിൽ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സാധ്യതകളുടെയും അടിസ്ഥാനം തകർക്കപ്പെട്ടിരിക്കുക. അതിൻ്റെ ഫൗണ്ടേഷൻസ് ഇളകിപ്പോയേക്കുക. ഇനി അത്തരം കാര്യങ്ങൾക്ക് മനുഷ്യനെ വഞ്ചിക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു നിലയിലേക്കും അത് വിശ്വസിക്കുകയും അത് ക്ലെയിം ചെയ്യുകയും അത് വിശ്വസിക്കുകയും അത് അവകാശം പറയുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്ന നിലയിൽ ക്രൂശിലെ വിജയം നമുക്കെല്ലാം സ്വായത്തമാക്കാൻ കഴിയുന്നതാണ് എന്നൊരു സത്യമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയപ്പെടുന്ന ഈ തത്വജ്ഞാനവും വെറും വഞ്ചനയും, അതുപോലെ നമ്മൾ ഇന്ന് ചിന്തിച്ച ഭക്ഷണപാനങ്ങൾ, അതുപോലെ പല സംഗതികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനിടയായി തീർന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുക. ഇതൊക്കെ പല ഫിലോസഫികളായിട്ട്, പല തത്വശാസ്ത്രങ്ങളായിട്ട്, അല്ലെങ്കിൽ മനുഷ്യനെ എൻറ്റൈസ് ചെയ്യുന്ന, മനുഷ്യനെ വശീകരിച്ചുകൊണ്ട് പോകുന്ന ചില കാര്യങ്ങളായിട്ട് അത് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. കാരണം അതിന് അടിസ്ഥാനമായിരിക്കുന്ന പൈശാചിക ശക്തിയെയും മനുഷ്യനെ തെറ്റായ സങ്കല്പങ്ങളിലേക്കും തെറ്റായ നിഗമനങ്ങളിലേക്കും കൊണ്ടുപോകാൻ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അവയെ കാൽവരി ക്രൂശിൽ കർത്താവ് തോൽപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ചിന്തിച്ചല്ലോ. അതിക്രമങ്ങളൊക്കെയും നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമ്മൾ ഇതിൻ്റെ ലേഖനം ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ക്രിസ്തുവിൽ ഉള്ള ആശ്വാസം നിങ്ങൾ പ്രാപിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്നും, തുടർന്ന് അതിൻ്റെ 8-ാം വാക്യം തൊട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് അതിൻ്റെ 6-ാം വാക്യത്തിൽ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിന്. അപ്പം ക്രിസ്തുവിനോടും അവൻ്റെ ശരീരമായ സഭയോടും ചേർന്ന് ക്രിസ്തുവിലുള്ള ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ ഒരു വ്യക്തിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് ആ കൂട്ടായ്മയിൽ ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടുമുള്ള യഥാർത്ഥ കൂട്ടായ്മയിലും ഐക്യപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതൊരു റിയാലിറ്റിയാണ്. ആത്മീയമായി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ഞാൻ ദൈവസന്നിധി നീതീകരിക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നും ഒരു വ്യക്തിക്ക് അവൻ്റെ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു അവസ്ഥ, അവൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതായിട്ടുള്ള യാഥാർത്ഥ്യം. കേവലം മനസ്സുകൊണ്ട് താലോലിക്കുന്ന ഒരു ആശയമോ ഐഡിയയോ അല്ല, അതൊരു യാഥാർത്ഥ്യമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നതെന്നും ഒക്കെ നമുക്ക്. അപ്പം ഞാൻ ഈ പറയുന്ന ഈ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി എന്നുള്ള സംഗതിയും അവൻ്റെ ശരീരവുമായിട്ട്
നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കും അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് ക്രിസ്തു അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നുള്ളത് ആ ക്രിസ്തുവിൻ്റെ വിജയം നമ്മുടെ വിജയമായിട്ട് തീരുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മളെ നടത്താനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹം. റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പം നമുക്കറിയാം, 2 കൊരിന്ത്യർ ലേഖനത്തിലും വായിക്കുന്നു, നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, അപ്പം ജയോത്സവം ക്രിസ്തു കൊണ്ടാടി ആ ജയോത്സവത്തിൽ നമ്മളെ നടത്തുവാനായിട്ട്, അപ്പം നമുക്കെന്നറിയാം എന്താണ് ജയോത്സവം എന്നുള്ളത് നമ്മൾ കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ജയോത്സവമായിട്ട് നമ്മൾ ക്രിസ്തുവിൽ നടക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അതും സാധിക്കുന്നത് ഈ തലയോടും ശരീരത്തോടും ബന്ധം ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ല? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. അപ്പം ജഡത്താലുള്ള ബലഹീനത എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ. അപ്പം ഈ ലോകത്ത് പാപമംഗലമായ ഈ ലോകത്ത് വിജയകരമായൊരു ജീവിതം, വിശുദ്ധ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞവരോട് പറയുകയാണ്, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു എന്നുള്ള യാഥാർത്ഥ്യം പോലെ തന്നെ ക്രിസ്തുവിൽ നമുക്ക് ജയോത്സവമായി ജീവിക്കാൻ കഴിയും. ഈ ജഡശരീരത്തിൻ്റെ ഇൻഫ്ലുവൻസസിനെ ജയിച്ച് അതിനെ മരിച്ചതായിട്ട് എണ്ണിക്കൊണ്ട് അതിനെ ഉരിഞ്ഞു കളഞ്ഞതായിട്ട് ദൈവസന്നിധിയിൽ വിശ്വസിച്ചും കൊണ്ട് പുതുക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയും. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള റിയാലിറ്റി അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം അതിനെ തുടർന്നാണ് നമ്മളിന്ന് വായിക്കുന്ന ഓരോരോ, കഴിഞ്ഞ ദിവസവും അത് വായിച്ച തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ അറിയാനുമായിട്ട് ചില കർമാചാരങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. ആ കർമാചാരങ്ങളൊക്കെ വേണ്ടുവണ്ണം നിവർത്തിച്ചു കഴിഞ്ഞാൽ, സമയാസമയങ്ങളിൽ നിവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആത്മീയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള തെറ്റായ ചിന്താഗതിയിൽ അടിസ്ഥാനപ്പെട്ട് ജീവിതകാലം മുഴുവൻ കർമാചാരങ്ങൾക്ക് അടിമയായി അത് ചെയ്തുകൊണ്ട് അത് നിവർത്തിച്ചുകൊണ്ട്, എന്നാൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പാപത്തിൽ നിന്നുള്ള മോചനമോ ഹൃദയത്തിൽ സമാധാനമോ സന്തോഷമോ അനുഭവിക്കാതെ തുടർന്ന് മുന്നോട്ട് പോകുന്ന ഒരനുഭവത്തിൽ ആയിത്തീരാൻ തക്കവണ്ണം നമ്മളെ ഏതെങ്കിലും നിലയിലുള്ള ഇതുപോലുള്ള ആചാരങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നടത്തുന്നത് എന്നുള്ള നിലയിൽ ആരും അങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ ആയിത്തീരാനോ പാടില്ല. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നു, വിധിക്കരുത് എന്ന് പറയുന്ന വാക്കിന്, therefore do not let anyone judge you by what you eat or in regard to festival, a new moon celebration or Sabbath day. നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ചോദിക്കുകയും പറയുകയും, നമുക്കറിയാം ഈ ക്ലബ് ഹൗസ് വേദികളിൽ തന്നെ 1-2 പ്രാവശ്യം ഇതിനൊക്കെ ഞാൻ വിധേയനായിട്ടുണ്ട്. അറിയാതെ ചെന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു. അവർ പറയുന്നത് ഒരു പ്രമാണം മാത്രം മാറിപ്പോയിട്ടില്ല, അത് എനിക്ക് 4-ാമത്തെ പ്രമാണമാണെന്ന് തോന്നുന്നു, ശാബത്തിനെ നീ മറക്കരുത് എന്നും അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം. അപ്പം ഇവിടെ അത് പറഞ്ഞേക്കുകയാണ്, ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ഇന്നപ്പം തിന്നാം, ഇന്ന ഭക്ഷണം ഇന്നപ്പം തിന്നരുത്. യഹൂദന്മാർക്കും അതുപോലുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളൊക്കെ നേരത്തെ ജീവിച്ചിരുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇന്ന സമയത്ത് അരി തിന്നാം, ഇന്ന സമയത്ത് അരി തിന്നരുത്, ഇന്ന സമയത്ത് ഇന്ന ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിവേചിച്ച് പറയുകയും, ഇതൊക്കെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാരണവും ത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു സമയം വരെ അനുഷ്ഠിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാനും. ചില സമയങ്ങളിൽ ചില ഭക്ഷണം കഴിക്കും, ചിലപ്പം കഴിക്കുകയില്ല, അങ്ങനെയൊക്കെ ചില ഭക്ഷണത്തിൽ തെറ്റായ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയും, ഈ ഭക്ഷണമാണ് നമ്മളെ പാപത്തിൽ വീഴാനും തിന്മ ചെയ്യാനും നമ്മളെ കാരണമായി തീരുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചില സമയങ്ങളിൽ മാംസഭക്ഷണം ഉപേക്ഷിക്കുക. ഈ മാംസം കഴിക്കുന്നത് കൊണ്ടാണ് തെറ്റായ ചില ചിന്താഗതികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ഉപദേശം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് അത്തരത്തിലുള്ള പല ഒബ്സർവൻസസ് ഒക്കെ ചെയ്താൽ നല്ലതാണെന്നൊക്കെ ചിന്തിച്ച ഒരു വ്യക്തി. എന്നാൽ
ഈ ഒരു ഭക്ഷണം കഴിക്കുന്നു, അമിതമായ ഭക്ഷണം ഒരിക്കലും നമ്മുടെ ശരീരത്തിന് യോഗ്യമല്ല. അത് നമുക്ക് നിശ്ചയമായിട്ടും അറിയാം. അതിഭക്ഷണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനവും എതിരായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ദൈവവുമായിട്ടൊരു വ്യക്തിയെ ബന്ധപ്പെടുത്താനോ ബന്ധപ്പെടുത്താതിരിക്കാനോ, പാപത്തെ ജയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനോ ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയെ സഹായിക്കുന്നില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുക. അതുകൊണ്ട് ഇന്ന ഭക്ഷണം കഴിക്കുന്നു, ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ പെരുന്നാളുകൾ നമുക്കറിയാം, യഹൂദന്മാർക്കുണ്ടായിരുന്ന പെരുന്നാളുകളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. പല നിലയിലുള്ള പെരുന്നാളുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അത് സംബന്ധിച്ച് ശബ്ബത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവിനെ തന്നെ ഏറ്റവും അധികം വിധിക്കുകയും കർത്താവിന് ഏറ്റവും ഇടർച്ച ഉണ്ടാക്കുകയും ചെയ്തൊരു വിഷയമാണ് ശബ്ബത്ത്. ചില ആൾക്കാർ സ്ഥാപിക്കുന്നുണ്ട്, അയ്യോ കർത്താവായ യേശുക്രിസ്തു ശബ്ബത്ത് ആചരിച്ചു, അതുകൊണ്ട് നമ്മൾ ആചരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ചില വിദ്വാൻമാരെ കണ്ടു. എന്നാൽ കർത്താവ് ആചരിക്കുകയാണോ ചെയ്തത്, അതോ കർത്താവ് ഈ ശബ്ബത്തിന് നിമിത്തമാണ് കർത്താവിൽ അവർ ഇടറിപ്പോകാൻ ഇടയായി തീർന്നതെന്ന് മിക്ക സ്ഥലത്തും കാണാം. അത് എത്രയോ നമ്പർ ഓഫ് ടൈംസ് 3.5 വർഷക്കാലത്തെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിലും, സുവിശേഷം ഞാൻ നമ്പർ മറന്നുപോയി, അത്രയും സ്ഥലങ്ങളിൽ ശബ്ബത്ത് അവൻ ആചരിക്കുന്നില്ല, ശബ്ബത്ത് ലംഘിച്ചിരിക്കുന്നു, ശബ്ബത്തിൽ പ്രവൃത്തി ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവിനെ അവർ പകയ്ക്കാനും കർത്താവിനെ എതിർക്കാനും അവൻ്റെ ദൈവപുത്രൻ എന്നുള്ള അത് അവൻ ഒരിക്കലും ദൈവപുത്രനാകയില്ല, കാരണം അവൻ ശബ്ബത്ത് ലംഘിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അവർ സംസാരിക്കാനും ഒക്കെ ഇടയായിത്തീരുന്നത് ഈ ശബ്ബത്ത് നിമിത്തമാണ്. എന്നിട്ട് പറയുക കർത്താവ് അത് ഒബ്സർവ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം തെറ്റായ ഒരു ധാരണയാണ് പരത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ പോയി അതിനെപ്പറ്റി അല്പസമയം സംസാരിക്കാനായിട്ട് നമ്മുടെ ഡോക്ടർ ജോസ് വിളിച്ച് അങ്ങനെ പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഒരു വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവം വിലപ്പെടുത്തിയ ഒരു വിഷയം, കർത്താവ് പറഞ്ഞു എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പം ഈ ശബ്ബത്തിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, ഒരു ദൈവദാസൻ പ്രസംഗിച്ചിട്ട് 4 സീരീസ് ഓഫ് മെസ്സേജസ് എനിക്ക് കിട്ടാനിടയായിട്ട് വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ള നിലയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തോട് ദൈവം, പണ്ട് ഞാൻ മംഗലാപുരത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ദൈവം എന്നോട് ഇടപെട്ടതാണ്. ഞാൻ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കും, കർത്താവ് ഇതിൻ്റെ അർത്ഥം എന്താ, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു, എന്താ കർത്താവ് ഈ പറഞ്ഞേക്കുന്നതെന്ന് ചോദിക്കും. പെട്ടെന്ന് ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യമാണ്. കാരണം ഈ കർത്താവ് 6 ദിവസം വേല ചെയ്തു, 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു എന്ന് പറഞ്ഞേക്കുന്നത് അത് കർത്താവിൻ്റെ ഈ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫിസിക്കലായിട്ടുള്ള സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞേക്കുന്നത്. അവൻ 6 ദിവസം സൃഷ്ടിയെല്ലാം നിവർത്തിച്ചു, 7-ാം ദിവസം നിവർത്തമായി എന്ന് പറഞ്ഞേക്കുന്നത് അതൊരു ആത്മീയ അർത്ഥത്തിലാണെന്ന് പിന്നീട് എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിൽ അത് എടുത്ത് കോട്ട് ചെയ്തിട്ടുമുണ്ട്, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ എന്നാൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അല്ല അവിടെ പറയപ്പെട്ടേക്കുന്നത്. ഒത്തിരി പേര് വിചാരിച്ചേക്കുന്നത് ഇന്നും 6 ദിവസത്തെ വേലയോടുള്ള ബന്ധത്തിൽ. എന്നാൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ആ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ വീണ്ടെടുപ്പിന്റെ വേല അന്ന് നിവർത്തിക്കപ്പെട്ടിട്ടില്ല. കാൽവരി ക്രൂശിലെ കർത്താവിന്റെ മരണത്തോടുകൂടെയാണ് പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുന്നതെന്നും ആ ഒരു നിലയിൽ കർത്താവെന്ന് ലോകത്ത് തൻ്റെ വചനം അറിയിക്കാനും സുവിശേഷം അറിയിക്കാനും കർത്താവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നും വായിക്കുന്നു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും ഒരു പുരോഹിതനായിരുന്നു. ആ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ മുഖം നമ്മൾ നിത്യതയിൽ നമ്മൾ മുഖാമുഖമായിട്ട് കാണുന്നത് വരെയും ഈ വീണ്ടെടുപ്പിന്റെ വേല ദൈവം അത് ഉദ്ദേശിച്ച നിലയിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാൽവരി ക്രൂശിലെ തൻ്റെ യാഗം പൂർണ്ണമായും അത് നിവർത്തിച്ച് നമ്മുടെ പാപത്തിനുള്ള പരിഹാരമായിട്ട് തീർന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഈ വീണ്ടെടുപ്പിൻ്റെ ഈ സന്ദേശം അനേക ഹൃദയങ്ങളിൽ എത്താനും അങ്ങനെയുള്ള പല നിലയിലുള്ള കാര്യങ്ങൾ ഇന്ന് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് അവരോട് പറയാ, നിങ്ങൾ ഇത്ര മണ്ടന്മാരായി പോയല്ലോ. അത് ഈ ഫിസിക്കൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തതിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞേക്കുന്നത് 7-ാം ദിവസം നിവർത്തനായി എന്നുള്ളത്. എന്നാൽ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് വീണ്ടെടുപ്പിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അവിടെ പറയാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ആ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില കുടുസായിട്ടുള്ള വളരെ ഷാലോ ആയിട്ടുള്ള ചില തിങ്കിങ്ങിലേക്കും, അയ്യോ ഈ പ്രമാണം മാത്രം മാറിയിട്ടില്ല, ഈ പ്രമാണം എന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കാണ് ഇതൊക്കെ വെറും നിഴലായിരുന്നു.
ഇതൊക്കെ നിഴലത്രേ. അതാ നമ്മൾ പ്രത്യേകം നോക്കേണ്ടത്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബ്ബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ലെറ്റ് നോ വൺ ജഡ്ജ് യു. ഇവ വരുവാനിരുന്നവയുടെ നിഴൽ. എനിക്ക് വളരെ ഇഷ്ടമാണ് ആ വാക്യം. നമുക്കറിയാമല്ലോ, ഞാനിപ്പം നടന്നു പോകുന്നു, എന്നെ പിടിക്കാനായിട്ട് ഒരാൾ എൻ്റെ നിഴലിനെ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ അവിടെ നിൽപ്പുണ്ട്. ചില മന്ത്രവാദങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ നിഴലും രൂപവും ഒക്കെ ഉണ്ടാക്കി അതിലേതാണ്ടൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അനേകര് ഈ നിഴലായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ. എന്നാൽ അത് നിഴലായിട്ട് തന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കർത്താവ് ലോകത്തിൽ വന്നിരുന്നതിന് മുന്നേ ഈ പറയപ്പെടുന്ന പഴയ നിയമത്തിൽ കാണുന്ന ഒരു കാര്യമല്ല, സമാഗമന കൂടാരം, അതിൻ്റെ ആരാധനകൾ, യാഗങ്ങൾ, പെരുന്നാളുകൾ, ശബ്ബത്ത്, വാവ്, ഈ വിഷയങ്ങളെല്ലാം വരാനിരുന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഈ ലോകത്തിലേക്ക് ഒരു രക്ഷകൻ വരാനുണ്ടെന്നും ആ രക്ഷകന്റെ ആ യാഗനിമിത്തം സകലരും പാപത്തിൽ നിന്ന് വിമോചിക്കപ്പെടുമെന്നും അങ്ങനെ ഈ ലോകത്തിനൊരു രക്ഷയുണ്ടെന്നും അങ്ങനെ ദൈവത്തിന് അങ്ങനെയുള്ള നിത്യമായ ചില പദ്ധതികളുണ്ടെന്നും വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചോതുന്ന വിഷയങ്ങളായിരുന്നു ഈ പഴയ നിയമത്തിന് നിഴലായി നൽകപ്പെട്ട ഈ ഓരോ ആചാരങ്ങളും കാര്യങ്ങളും. എന്നാൽ ആ റിയാലിറ്റി ആയിട്ടുള്ള ക്രിസ്തു വെളിപ്പെട്ടു, യാഥാർത്ഥ്യമായിട്ടുള്ള ക്രിസ്തു വെളിപ്പെട്ടു. ആരെക്കുറിച്ചാണോ ഈ കാര്യങ്ങളൊക്കെ നിഴലായിട്ട് പറയപ്പെട്ടിരുന്നത്, ആ വ്യക്തി വെളിപ്പെട്ട് കഴിഞ്ഞ് പിന്നെയും പോയി നിഴലിനെ പിടിക്കുന്നതിന്റെ സാങ്കത്യം എന്താ? പിന്നെയും പോയി ഈ നിഴലിനെ പിടിച്ച് ഈ നിഴലിനെ പിടിച്ചിട്ട് ഇതിനെ വിട്ടുകളയുന്ന. പണ്ട് ഞാൻ തമാശ കേട്ടിട്ടുണ്ട്. വാസ്കോഡിഗാമ കൊടുങ്ങല്ലൂർ വന്ന് ഇതിറങ്ങിയ സമയത്ത് ആരോ പഴം കൊണ്ട് കൊടുത്തപ്പം ആ പഴത്തിന്റെ തൊലി തിന്നിട്ട് ഇതിന്റെ പഴം എടുത്ത് ദൂരെ കളഞ്ഞെന്ന്. എന്നുവെച്ചാൽ തമാശയാ, അങ്ങനെയൊന്നും നടന്നു കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്കിവിടെ തോന്നുന്നത്. റിയാലിറ്റി ആയിട്ടുള്ള ക്രിസ്തു ആത്മീയമായിട്ട് നമുക്ക് അനുഭവിക്കാനും ബന്ധപ്പെടാനും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് അനുഭവിച്ചറിയാനും കഴിയുന്ന യഹോവ നല്ലവരെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് വചനത്തിൽ പറയപ്പെട്ടേക്കുന്ന പോലെ അങ്ങനെ നമുക്ക് അനുഭവിച്ചറിയാനും കുറേ നാളുകളായിട്ട് ആൾക്കാരുടെ സ്വപ്നമായിട്ട് മാത്രം അവശേഷിച്ചിരുന്ന പാപമോചനവും അതുപോലെ ആ അപകർഷതാ ബോധത്തിൽ നിന്നുള്ള വിടുതലും കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതലും നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പും ഒരു കാലത്ത് അന്യം ആയി ഇരുന്ന കാര്യങ്ങളെ ഇന്ന് കയ്യെത്തും ദൂരത്ത് ഒരു വാക്ക് വിശ്വസിച്ചാൽ മാത്രം മതി, ഒരു ഏറ്റുപറച്ചിൽ മാത്രം മതി, നീ ആ സമയം തന്നെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് നീ ദൈവബദലായി തീരും, നിന്റെ കുറ്റബോധം മാറിപ്പോകും, നിനക്ക് നിത്യത നിനക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയും. നിന്റെ ഹൃദയത്തിൽ ഇരുന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നൽകുകയും ആ പരിശുദ്ധാത്മാവ് താനും നാം ദൈവമക്കളാണെന്ന് നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്ന ശബ്ദം കേൾക്കാനും കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവനുള്ള പുതുവഴി തുറക്കപ്പെട്ടിരിക്കുക. അപ്പൊ അങ്ങനെ തുറക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ആരാ ഈ പഴയ നിഴല് പോയി പിടിക്കുന്നത്? അപ്പൊ അവർക്ക് അതിന്റെ അർത്ഥം അവർക്ക് പൊരുളല്ല ആവശ്യം, നിഴൽ ആവശ്യം. അവർ നിഴലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അവരോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെയും ഈ റിയാലിറ്റി ഇവിടെ നിൽക്കുമ്പം പിന്നെയും പിടിച്ച് നിഴലിലാക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി വിദ്വാൻമാർ ക്ലബ് ഹൗസ് വേദികളിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ വചനത്തിന്റെ ഏത് ഭാഗം വെച്ചും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. നേരെ പോന്ന് ചിന്തിക്കാൻ കഴിയാതെ വണ്ണം ചില ഭാഗത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പല വചനഭാഗങ്ങൾ വെച്ച് സാധിക്കും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് വെറും കൺഫ്യൂഷൻ മാത്രമാ, അതൊരു റിയാലിറ്റി അല്ല. അത് തൽക്കാലത്തേക്ക് വചനമോ അതിൻ്റെ അടിസ്ഥാനമോ അറിയാത്ത ചില വ്യക്തികളെ മറിച്ചു കളയാനുള്ള സൂത്രങ്ങൾ മാത്രമാ, അതല്ലാതെ യഥാർത്ഥമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ഉപദേശങ്ങളുമായിട്ടും അത്തരം രീതികളുമായിട്ടും നമ്മളെ സമീപിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിലും ഈ പറയുന്നത് ദൈവവചനത്തിൽ നിന്നുള്ളതല്ല, ഇത് യഥാർത്ഥ പത്യോപദേശമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നോക്കിയാട്ടെ, അപ്പം നിഴലിനെ പിടിക്കാനായിട്ട് നടക്കുക. നിഴലിനെ പിടിച്ചുകൊണ്ട് റിയാലിറ്റി കിട്ടുമോ? അപ്പൊ റിയാലിറ്റി വന്നിരിക്കുന്നു. ദാറ്റ് റിയാലിറ്റി ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. ഇവ വരുവാനിരിക്കുന്ന നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് എന്ന് മലയാളത്തിൽ വായിക്കുമ്പം ദാറ്റ് റിയാലിറ്റി ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ് എന്നാ വായിക്കുന്നത്. അതെ, ദ റിയാലിറ്റി ഈസ് ഹൗവർ ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. ഇതിൻ്റെയൊക്കെ നിറവേറൽ, ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, അവിടെ ഞാൻ നിൽക്കുന്നില്ല, അത് മനസ്സിലായി എന്ന് വിചാരിക്കുക. ഓൾ ദീസ് വേർ എ ഷാഡോ ഓഫ് തിങ്സ്, റിയാലിറ്റി ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. അടുത്തത് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം പറയുന്നത്, അവിടെ നമുക്ക് കാണാം അതിൻ്റെ 19-ാം വാക്യം 18-ാം വാക്യം. അതുകൊണ്ട്
താഴ്മയിലും, അത് ഓൾറെഡി പാസ്റ്റർ പറഞ്ഞു, ശരീരത്തിന് ഉപേക്ഷയിലും ശരീരത്തെ വേദനിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് അതൊരു ആത്മീയതയാണെന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ പോലും തെറ്റിദ്ധരിക്കപ്പെട്ട് കർമ്മനിബദ്ധമായ ഒരു നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെയും വിശ്വാസത്തെയും കൊണ്ടുപോയി അധപ്പതിപ്പിക്കാൻ മതിയായിട്ടുള്ള ചില രീതികളൊക്കെ നമ്മുടെ ഇടയിൽ പോലും അറിയാതെ ചിലർ അങ്ങനെ ആയിത്തീരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആണെന്നല്ല, പലർക്കും ഈ സ്വാതന്ത്ര്യം അറിയാവുന്നവർ തന്നെയാണ്. എന്നാൽ മിനിമം ചില ആൾക്കാർ പലപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം ചില കാര്യങ്ങൾ അവർ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഉപദേശമാക്കി മാറ്റുകയും അതാണ് റിയാലിറ്റി എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ആൾക്കാരെ പ്രേരിപ്പിക്കുക. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ സ്വതന്ത്രമാക്കേണ്ടതിന് പകരം ചില വിശ്വാസങ്ങളിൽ ബന്ധിച്ചിടാനും ചില കർമാചാരങ്ങളിൽ ബന്ധിച്ചിടാനുമായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഞാൻ അതിനേക്കാൾ കൂടുതൽ തെളിച്ച് പറയുന്നില്ല, അത് മനസ്സിലാകാൻ ഉള്ളവർക്ക് അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുക. ഇവിടെ പറഞ്ഞേക്കാണ് വേറൊരു അനുഭവമാണ്. റിയാലിറ്റി ആയിട്ടുള്ള ക്രിസ്തുവിനെ വിട്ടിട്ട് നിഴലിനെ പിന്തുടരുന്ന ഒരു കൂട്ടര്, പിന്നെ തലയുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു കൂട്ടര്. യാതൊരു ബന്ധവുമില്ല, തലയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ അവർ തലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലൊക്കെയാണ് അഭിനയിക്കുന്നത്. തലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിലയിലൊക്കെയാണ് അവരുടെ പ്രകടനങ്ങൾ, തലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിലയിലൊക്കെയാണ് അവരുടെ സംസാരവും പ്രസംഗവും. എന്നാൽ അവർക്ക് തലയുമായി ബന്ധമില്ല, കൃപയാൽ ഉറപ്പിക്കപ്പെട്ടവരല്ല അവരെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ അവരുടെ രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ എന്താ അവരുടെ രീതികൾ പറഞ്ഞേക്കുന്നത്? അവിടെ പറഞ്ഞേക്കുന്നത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നത് രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു യൂട്യൂബിൽ ഒരു ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞ് അത് ശരിയല്ല എന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു നിലയിലൂടെ വന്നേക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇതാണ് അനുഭവം എന്ന് പറഞ്ഞ് ഒത്തിരി പേരുടെ അനുഭവം കാണിച്ചിട്ട് അതുകൊണ്ട് ഇത് സത്യമാണ്, വചനം വെച്ചല്ല തെളിയിക്കുന്നേ, പലരുടെ അനുഭവം പറഞ്ഞിട്ട് തെളിയിക്കുക. നമുക്കറിയാമല്ലോ, ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ തന്നെ നമ്മുടെ ഇടയിൽ പ്രചാരം നേടിയതിൻ്റെ ഒരു കാരണം ചില വ്യക്തികൾക്ക് അവർ പ്രാർത്ഥിച്ച് ഇങ്ങനെ അവകാശം പറഞ്ഞു കഴിഞ്ഞപ്പം അത് കിട്ടി. ഇന്ന് അറിയപ്പെടുന്ന ഒരു തിയോളജിയൻ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹവും ഞാനും കൂടെ അവിടെ പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാനായിട്ട് ഇടയായിരുന്നു. ഇന്നല്ല, ഒരു 25-30 വർഷം മുന്നേ. അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം. അന്നും ഇതിൽ തിയോളജിയിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത് അറിയപ്പെടുന്ന ഒരു സെമിനാരിയിൽ, ഇവിടെങ്ങും അല്ല, വലിയ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം ഈ പാവപ്പെട്ട എന്നോട് ഡോക്ടർ മുരളീധർ പ്രസംഗിക്കേണ്ടത് അദ്ദേഹം പ്രസംഗിക്കേണ്ടി. ഡോക്ടർ മുരളീധർ പറഞ്ഞാടാ നീ പ്രസംഗിക്ക്, എനിക്കിന്ന് വയ്യാന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുക. അങ്ങനെ ഈ പാവപ്പെട്ട ഞാൻ FACയിൽ എഴുതുന്ന ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രസംഗിച്ച് അതിനുശേഷം അദ്ദേഹം കയറിയെന്ന് പ്രസംഗിച്ച്. അപ്പോൾ ഇത്രയും തിയോളജി പഠിക്കുകയും ഇത്രയും ആഴമായിട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒക്കെ അറിയുന്ന വ്യക്തി എഴുന്നേറ്റ് നിന്ന് പറയുക, നമ്മൾ പ്രിയ ദൈവമക്കളെ, നമ്മൾ വെറുതെ ഇരിക്കരുത്. നമ്മൾ പല കടകളിലും ചെല്ലുമ്പോൾ, പല സ്ഥാനങ്ങളിലും ചെല്ലുമ്പോൾ, പല സാധനങ്ങളും കാണുമ്പോൾ വിശ്വാസത്താൽ അതിങ്ങ് ക്ലെയിം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എനിക്കെൻ്റെ തൊലി പൊളിഞ്ഞു പോയി. ക്രിസ്ത്യൻ തിയോളജി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ എൻ്റെ കർത്താവേ, ഈ തിയോളജി പഠിച്ചതിന് എന്ത് ഉപകാരം ഉണ്ടായി എന്ന് അന്നേരം ഞാൻ അവിടെ ഇരുന്ന് തലേ കൈവച്ച് ഞാൻ ചിന്തിച്ച്, എന്തൊരു തലതിരിവായി പറയുന്നത്. കടകളിലൊക്കെ ചെന്ന് അവിടെ കാണുന്ന സാധനങ്ങൾക്ക് ക്ലെയിം ചെയ്യണം, അത് താനേ നമ്മുടെ പുറകെ വരുന്ന പുതിയ തിയറിയാണ്. ആ കാലത്ത് അത് അഡ്വക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു തിയറിയായിരുന്നു. എന്നാൽ ഈ വ്യക്തികൾ തിയോളജി പഠിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നത് എന്തിനാ? ഇതുപോലുള്ള തലതിരിവുകളിൽ നിന്ന് അവർ തന്നെ അത് മാറാനും മറ്റനേകരെ മാറ്റാനും വേണ്ടിയാണ് ഈ തിയോളജി പഠനം ഒരു വ്യക്തിയെ സഹായിക്കുന്നത്. അത് തന്നെ ഇത്രയും മുതിർന്ന ഒരു വ്യക്തി, ഇത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തി അത് ഏറ്റു പറയുമ്പം എനിക്ക് എന്തോ പറയേണ്ടിയെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ മറക്കാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ. അപ്പം ഇതുപോലെ പല വ്യക്തികളും അവർ ഈ തലയെ മുറുകെ പിടിക്കാതുള്ള സ്വന്തം ദർശനങ്ങളിലേക്കും ചില വ്യക്തിപരമായ അനുഭവങ്ങളെ ഡോക്ടറൈസ് ചെയ്യുകയും, ചിലർ പറയാറുണ്ട് മേജറിങ് ഓൺ മൈനേഴ്സ് എന്ന് പറയുന്ന പോലുള്ള മൈനറായിട്ടുള്ള ചില കാര്യങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് ദൈവവചനത്തിലുള്ള പഥ്യോപദേശങ്ങൾക്കും ആരോഗ്യകരമായിട്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വളരാൻ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കും മേലെ സ്ഥാപിക്കുകയും അത് 10 പേര് പറഞ്ഞു കഴിയുമ്പം അതൊരു ഡോക്ടറിനുമായിട്ട് തീർന്നു. എഴുതപ്പെടുന്ന ഡോക്ടറിനല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് തീരുകയാണ്. അപ്പം
അപ്പം ഈ സ്വന്തം ദർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് ദൈവസന്നിധി ഏറ്റുപറയും. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള അനുഭവം. കാരണം നമുക്ക് ആർക്കും ഏത് നിമിഷവും വചനത്തിലുള്ള ആ ഗ്രാഹ്യവും വചനത്തിലുള്ള വെളിപ്പാടും വിട്ടിട്ട് ഈ ഒരു അപകടത്തിലേക്ക് വീഴാനായിട്ട് ഏത് വ്യക്തിക്കും സാധ്യതയുണ്ട്. സ്വയം സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ഫ്രെയിം ചെയ്യുക, സ്വയം അതിൻ്റെ ഉപദേശകന്മാരും അതിൻ്റെ അഡ്വർടൈസേഴ്സുമായിട്ട് ഇരിക്കുക, സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും, ജഡമനസ്സിനാൽ ഗെറ്റിംഗ് പഫ്ഡ് അപ്പ് ഇൻ ദെയർ കാർണൽ മൈൻഡ്, അവരുടെ മനസ്സ് വെച്ച് വചനത്തിന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെ പഫപ്പ് ചെയ്യുക, അതിനെ പൊലിപ്പിക്കുക, അതിൻ്റെ പൊടിപ്പും തൊങ്ങലും ഒക്കെ കൂട്ടി അതിനെ ഉപദേശിക്കുക. വചനത്തിൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ കൂടിക്കൂടിയാ വരുന്നത്. പലർക്കും ഈ വചന പ്രഘോഷണം കേൾക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തതിൻ്റെ കാര്യം, ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വചനം കേൾക്കുമ്പം തലവേദന വരും. എന്നോടൊരു സഹോദരി പണ്ട് പറഞ്ഞാ, പാസ്റ്ററുടെ പ്രസംഗം കേട്ടാൽ ഞായറാഴ്ച എനിക്ക് തലവേദന തുടങ്ങും, ബുധനാഴ്ച വരെ ആ തലവേദന കാണും. ആ ബുധനാഴ്ച ദിവസം അവരുടെ വീട്ടിലൊരു ബൈബിൾ സ്റ്റഡി വെച്ചിട്ടുണ്ട്, അടുത്ത ഞായറാഴ്ച വരെ പിന്നെയും തലവേദന. ഞാൻ അവസാനം നമസ്കാരം പറഞ്ഞു, എൻ്റെ സഹോദരി, ഇത്രയും വർഷങ്ങൾ നിങ്ങളെ വചനം പഠിപ്പിച്ചിട്ട് തലവേദനയാണെങ്കിൽ ദയവ് ഇത് എന്നെ വിട്ടുപോയേര്, എനിക്കിനി കൂടുതലൊന്നും ഉപദേശിക്കാനില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയി. കാരണം ഈ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തിനാ? കാരണം ഒന്നുകിൽ അവരിലൊരു ദൈവാത്മാവിന്റെ പ്രവർത്തനം അല്ല ഉള്ളത്, അതുകൊണ്ടാണ് തലവേദന വരുന്നത്. ദൈവത്തിന്റെ പഥ്യവചനം കേൾക്കുമ്പോൾ തലവേദന വരുന്നതിന്റെ കാര്യം എന്താ? അത് ഇഷ്ടപ്പെടാതെ ഓക്കാനം വരുന്നത് കാര്യം എന്താ? ന്യൂസിയ വരുന്നതിന്റെ കാര്യം എന്താ? അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന വേറൊരു ആശയം, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന വേറൊരു ആത്മാവ് ആ വ്യക്തിയിൽ കുടികൊള്ളുന്നു. അതാ അതിന്റെ കാരണം. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും ജഡമനസ്സിനാൽ വെറുതെ അതൊക്കെ വളരെ ധ്യാനിക്കേണ്ട ഭാഗം. ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും. നമുക്കറിയാമല്ലോ തലേന്ന് വരുന്ന ഒരു പ്രശ്നമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ നാളുകളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കൊറോണ വന്നിട്ട് എൻ്റെ നടുവിന് വേദന വന്നു, ഒരു കാല് തളർന്നതുപോലായി. ഞാൻ ഒരു 3-4 മാസമായി ഈ അവസ്ഥയിലിരിക്കുന്നത്. എന്നാൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ നടക്കാനൊക്കെ തുടങ്ങി, കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരും. ഇതിൻ്റെ ഒരേ ഒരു എൻ്റെ കാല് ഒടിഞ്ഞു പോയതൊന്നും അല്ല, എൻ്റെ തലയിൽ നിന്നൊരു ഞരമ്പ് എൻ്റെ കാലിലേക്ക് വരുന്നുണ്ട്. ഈ ഞരമ്പിന് പറ്റിയ പ്രശ്നമാണ്. ന്യൂറോസിസ് കൊണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള എന്തോ ഷുഗർ കൂടിയത് കൊണ്ടോ എന്തോ. ഇപ്പോൾ എനിക്ക് ഷുഗർ കൂടുതലൊന്നും ഇല്ല, എനിക്ക് പണ്ടും ഷുഗർ കൂടുതലില്ലായിരുന്നു. ഒരു അര ഗുളിക ഒരു ദിവസം കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഷുഗറൊന്നും എനിക്കില്ല. സാധാരണഗതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യും. ഒരു അര ഗുളിക കഴിക്കും, രാവിലെ ഒരിത്തിരി നേരം നടക്കും, ഇങ്ങനെയൊക്കെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഇത് ഈ കൊറോണ വന്നതോടുകൂടി ഈ ബാലൻസ് എല്ലാം തെറ്റി ഇതായി. അപ്പം എൻ്റെ പ്രശ്നം ഈ കാലിലേക്ക് വരുന്ന എൻ്റെ ഞരമ്പ്, ഈ നാഡി, അതിനുണ്ടായ പ്രശ്നം. അതുകൊണ്ട് എൻ്റെ കാലെനിക്ക് പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കാനും അത് ബലം കൊടുത്ത് നിൽക്കാനും എനിക്ക് കഴിയാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ തലയോട് നമ്മളെ ബന്ധിപ്പിക്കുന്ന സംഗതിയാ ഈ ഞരമ്പുകളും നാഡികളും. സന്ധികളും ഞരമ്പുകളും ആലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. നമുക്കറിയാമല്ലോ, നട്ടലിനൊക്കെ ക്ഷതമേൽക്കുന്നവർ, അവരുടെ ശരീരം അവിടെ ഉണ്ട്, എന്നാൽ ഞരമ്പ് ക്ഷതമേൽക്കുന്ന നിമിത്തം കാലോ കയ്യോ ശരീരഭാഗങ്ങളോ തളർന്നു പോകുക. എന്ന് പറഞ്ഞതുപോലെ തലയുമായിട്ട് വേണ്ട നിലയിൽ ബന്ധപ്പെട്ടില്ലെങ്കിൽ, ക്രിസ്തുവാകുന്ന തലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ചേരേണ്ടതുപോലെ ചേർന്നില്ലെങ്കിൽ, അവനെ കൈക്കൊണ്ടതുപോലെ കൂട്ടായ്മയിൽ നടന്നില്ലെങ്കിൽ, ഇവിടെ പറയുക തലയും, നേരത്തെ പറഞ്ഞ ഇത് തലയുടെ വേറൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. തലയുമായിട്ട് റിയാലിറ്റി ഈസ് ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ തലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഒരു അപ്പിയറൻസ്, ആത്മീയതയുടെ അപ്പിയറൻസാണ് ഉള്ളത്, എന്നാൽ തലയുമായി ബന്ധമില്ല. ഇത് ക്രിസ്തു കേന്ദ്രീകൃതമല്ല, ക്രിസ്തുവിൻ്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ടതല്ല എന്ന് മാത്രമല്ല, ഈ ക്രിസ്തീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന കാര്യങ്ങളേ അല്ല. തലയുമായി ബന്ധമില്ലാതെ, അല്ലെങ്കിൽ ഈ കൃപയാൽ നമ്മൾ ദൈവകൃപയിലായിത്തീർന്ന നമ്മളെ കൃപയിൽ നിന്ന് മാറ്റി പ്രവൃത്തിയിൽ ആശ്രയിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ ആശ്രയിക്കുകയും ചില കർമാചാരങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്തിട്ട് അത് നിമിത്തം നമ്മളിലേക്ക് കുറ്റബോധം പിന്നെയും കൊണ്ടുവന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള പിശാചിൻ്റെ കുറുക്കുവഴി.
കൃപയെ നിഷേധിക്കുകയും ചില ചെയ്തികളെയും പ്രവൃത്തികളെയും ഹൈലൈറ്റ് ചെയ്യുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അനുഭവം. മൂന്നാമത് അവിടെ പറയുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. മൂന്നാമത് അവിടെ നമ്മൾ കാണുന്നത്, നാം അവനോടുകൂടെ ലോകത്തിൻ്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ. അപ്പം നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്, എനിക്ക് ഇവിടെ പുറകിലൊരു എനിക്കൊരു ഒരു ഒരു പട്ടിയെ ഞാനിവിടെ വളർത്തുന്നുണ്ട്. എത്ര വലിയ ചങ്ങല, ഈ നാട്ടിൽ മേടിക്കാവുന്ന വലിയ ചങ്ങല ഞാൻ മേടിച്ചു കെട്ടുന്നുണ്ട്. എന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടിക്കുന്നുണ്ട്. എങ്ങനെയാണ് പൊട്ടിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഏത് വ്യക്തിക്കും ഏത് സമയത്തും ഡിസ്കണക്ട് ചെയ്ത് പോകാവുന്ന നിലയിലുള്ള, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് പോകാവുന്ന നിലയിലുള്ള ഒരു നിലയിലല്ല കർത്താവ് നമ്മളെ വെച്ചേക്കുന്നത്. അവൻ നമ്മളിൽ വസിക്കുന്നു. നമ്മൾ പിന്നെ തുടർന്ന് വായിച്ചു, അവനിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവം. പിന്നെ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഇടയിൽ നമ്മൾ കണ്ടു, കൈകൊണ്ടല്ലാത്ത പരിശോധന ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും ഞാൻ പങ്കാളിയായി തീർന്നു. അങ്ങനെ മരിച്ചവന് ഇനി മരിക്കാൻ കഴിയുകയില്ല എന്നാണ് വചനത്തിൽ പറഞ്ഞേക്കുന്നത്. 6-ാം അധ്യായം 9-ാം വാക്യം റോമറിൽ വായിക്കുന്നു. അങ്ങനെ മരിച്ചവൻ ഇനി അവന് തിരിച്ചും മരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉയർത്തെഴുന്നേറ്റവന് ഇനി തിരിച്ചു മരിക്കാൻ കഴിയത്തില്ല. എന്താ പറയുന്നതിൻ്റെ അർത്ഥം പാപസംബന്ധമായി മരിച്ചവന് ഇനി പാപത്തിൽ തിരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മരിച്ചവൻ, ഞാൻ ആ വാക്യം വായിക്കാം. അവിടെ എനിക്ക് തോന്നുന്ന റോമർ എഴുതൽ 6:9 എനിക്ക് തോന്നുന്നു. റോമലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. അതെ, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോൾ ഇതും ഒരു ക്രിസ്തുവിലുള്ള ഒരു റിയാലിറ്റിയാണ്. ഇവിടെ പറയുന്നത് ലോകത്തിൻ്റെ ആദിപാഠങ്ങൾ എന്നുള്ളത് എന്താണെന്നുള്ളത് 1-2 വട്ടം നമ്മൾ ഈ ലേഖനം തുടങ്ങിയ പിന്നെ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ പറയുക, ഈ ലോകത്തിൻ്റെ ആദിപാഠങ്ങൾ എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നു, എനിക്ക് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല, നീ അങ്ങോട്ട് നോക്കരുത്, കഴിഞ്ഞു. അപ്പൊ കണ്ണ് അങ്ങോട്ട് നോക്കുന്നെങ്കിൽ നോക്കരുത് എന്നുള്ളത് ആർക്കും പറയാവുന്ന ഉപദേശമാണ്. അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു 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 പ്രാഥമിക സംഗതി. കാരണം എന്താ ഈ പ്രാഥമിക കാര്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം? അത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം. ഇവിടെ പ്രമാണത്തിനോ എനിക്കോ അല്ല പ്രശ്നം, എൻ്റെ ജഡത്തിൽ ഇത് അനുസരിക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു പാപസ്വഭാവം എന്നിൽ വസിക്കുന്നു. ആ പാപസ്വഭാവം എന്നെ ബദ്ധനാക്കി കളയുന്നു എന്ന് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ പ്രശ്നമാണ് എനിക്ക്, ഈ ഒരു വിഷയം, എൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ട് അതിന് നീക്കം വരാതെ എനിക്ക് പാപത്തിലും ജയം പ്രാപിക്കാൻ കഴിയുന്നില്ല. ക്രൂശിൽ കർത്താവ് ചെയ്തത് എന്താ? അവൻ എന്നെയും ചുമന്നുകൊണ്ട് കാൽവരിയിൽ മരിക്കുകയും പാപത്തിൻ്റെ ശക്തിയെ, മരണത്തിൻ്റെ ശക്തിയെ കാൽവരിയിൽ തോൽപ്പിക്കുകയും അങ്ങനെ താൻ ജയിച്ച ആ ജയം എനിക്ക് താൻ പങ്കിട്ട് തന്നേക്കുക. ക്രിസ്തു കാൽവരിയിൽ ജയിച്ച ജയം എനിക്ക് പങ്കിട്ട് തന്നേക്കുക. അതാ നമ്മൾ 15-ാം വാക്യത്തിൽ വായിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്, അവൻ അവയെ ജയോത്സവം കൊണ്ടാടി, അവയുടെ മേൽ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെയും അതേ ജയോത്സവത്തിൽ പങ്കാളികളാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏത് ശക്തി വെച്ച് കർത്താവ് പാപത്തെ ജയിച്ചുവോ, അല്ലെങ്കിൽ ഞാനൊരു വാക്സിന്റെ കാര്യമൊക്കെ ഇത് പറഞ്ഞപ്പോൾ നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ന് പറഞ്ഞതുപോലെ ഏത് നിലയിൽ കർത്താവ് പാപത്തെ ജയിച്ചുവോ അതേ ശക്തി, പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് പകർന്ന് പാപത്തെ ജയിച്ച് ജീവിക്കത്തക്കവണ്ണമുള്ള കൃപ നമ്മളിലേക്ക് പകർന്നേക്കുക. അവനെ സ്നേഹിക്കുന്ന നിമിത്തം അത് സംഭവിക്കുന്നത് ക്രിസ്തുവിനോടും അവന്റെ സഭയോടുമുള്ള കൂട്ടായ്മയും അഭേദ്യമായ ബന്ധത്തിലൂടെയാ ആ ജയം എന്നിൽ ആവർത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായിട്ട് തീരുകയും അവനോടുകൂടെ ഞാൻ മരിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ഞാൻ എന്നെ തന്നെ മരിച്ചവനായിട്ട് എണ്ണിയെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നിങ്ങളെ തന്നെ എണ്ണുവീൻ. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ
ഇങ്ങനെ എണ്ണുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ മരണമാ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ നമ്മളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റത് നീതിയുടെ ഒരു ജീവിതത്തിലേക്കാണ്. പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നീതിക്ക് ദാസന്മാരായി തീർന്ന് നീതി ചെയ്യാനായിട്ട് സ്വതന്ത്രമാക്കപ്പെട്ട ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ള ആ ഒരു നീതിയുടെ അനുഭവത്തിലേക്കാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റേക്കുന്നത്. ക്രിസ്തുവിൻ്റെ അവനെ ഉയർപ്പിച്ച വ്യാപാര ശക്തിയിലുള്ള വിശ്വാസം എനിക്ക് പകർന്നു തന്നത് ആ പഴയ പ്രമാണത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഇതിലേക്ക് പോയി ഇനി ഒരിക്കലും ലോകത്തിലൊരിക്കലും പാപത്തെ ജയിച്ച് ജീവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല എന്ന് പറയുന്ന ആ തത്വശാസ്ത്രത്തിലേക്കല്ല, ക്രിസ്തുവിലുള്ള യാഥാർത്ഥ്യം, അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പോൾ ഇനിയും ഡൂസ് ആൻഡ് ഡോൺസ് അനുസരിച്ച് തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള വിഷയങ്ങൾക്കല്ല നമ്മൾ കീഴ്പ്പെട്ടേക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് അധീനരായി തീർന്ന് ആ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരായിട്ട് തീർന്ന് ആ ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ കഴിയും വണ്ണം ഉള്ള ഒരു നിലയിലേക്ക് ആ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്വതന്ത്രമാക്കിയേക്കുക. എന്തൊരു ദൈവിക സത്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ അംഗീകരിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉപദേശിയാകാനുള്ള യോഗ്യതയിൽ പറയുന്നുണ്ട്. അവനെപ്പോഴും വിശ്വാസത്തിൻ്റെ മർമ്മം തൻ്റെ ശുദ്ധിയുള്ള മനസാക്ഷിയിൽ വെച്ചോണ്ടിരിക്കുന്നവരുമായിരിക്കണം എന്ന്. ശുദ്ധിയുള്ള മനസാക്ഷിയിൽ വിശ്വാസത്തിൻ്റെ മർമ്മം സൂക്ഷിക്കുന്നവൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശുദ്ധ മനസാക്ഷിയിൽ വ്യാപരിക്കേണ്ട വിഷയങ്ങളായത്. നാം ഇനി ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ പിടിക്കരുത്, രുചിക്കരുത്, ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന ഭക്ഷണം കഴിക്കരുത്, കിഴക്കോട്ട് തിരിയരുത്, വടക്കോട്ട് തിരിയരുത്, നീ ഇന്ന പൊസിഷനിലിരുന്നോണം, ഇന്ന പോസ്റ്ററിൽ കുറേ നേരം ഇരിക്കണം, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഈ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നല്ല പറഞ്ഞേക്കുന്നത്. നീ കണ്ണുകൾ ഉയർത്തി നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നിനക്ക് കാണാം നീയും അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി പഴയ പാപസ്വഭാവത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും നമ്മുടെ ജഡാഭിലാഷത്തിൽ നിന്നും പാപത്തിന് മരിച്ചവരായി എണ്ണി ജയിക്കാൻ തക്കവണ്ണം ഈ ക്രിസ്തുവിന്റെ മരണമെന്നുള്ള ആ മാർമികമായ വിഷയമല്ലാതെ ലോകത്ത് നമ്മളെ ജഡാഭിലാഷത്തിൽ വിടിവിക്കുവാൻ വേറൊരു ശക്തിക്കും വേറൊരു നിയമത്തിനും വേറൊരു തത്വശാസ്ത്രത്തിനും വേറൊന്നിനും സാധ്യമല്ല. അങ്ങനെ ഉപയോഗമില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെയും പോയി നിങ്ങൾ അടിമപ്പെടുകയും ആരും നിങ്ങളെ ഒരു അട്രാക്റ്റീവാണെന്ന് തോന്നുന്ന നിലയിലുള്ള ചില തത്വശാസ്ത്രങ്ങളിലേക്കും കർമാചാരങ്ങളിലേക്കും നിങ്ങളെ അടിമയാക്കിക്കൊണ്ടു പോകരുത്. മാനസികമായി നിങ്ങളത് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുക പോലും ചെയ്യരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. അതിന് അടിസ്ഥാനമില്ല. അങ്ങനെ ആയിത്തീർന്നവരിൽ ആ ചില എക്സസൈസസ് അവർ ചെയ്യുന്നെന്നുള്ളത് മാത്രമല്ല, പൈശാചികമായൊരു ബന്ധനം കൂടെ ഉണ്ട്. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ വളരെ അടുത്തുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അത് ചെയ്യുന്ന ആളാണ്. സുവിശേഷമൊക്കെ ഇഷ്ടമാണ്, ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ വരും, നമ്മുടെ ഇതേ ക്ലബ് ഹൗസിൽ വരും. എന്നാൽ ഈ സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് തലവേദന വരും. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് തലവേദന വരുന്നു, എനിക്കിത് കേൾക്കാൻ വയ്യ. അത് വരും. കാരണം ഈ പറയുന്ന ആത്മാവിന് വിരോധമായി വ്യാപരിക്കുന്ന ഒരാത്മാവ് അതിൽ വ്യാപരിക്കുന്നു. നോക്കിയാട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ക്രിസ്തുവിൽ ആ റിയാലിറ്റി ഉള്ളത് എന്ന് മാത്രമല്ല, ഈ തലയുമായിട്ടുള്ള ബന്ധത്തിൽ ആ വളർച്ച ഉണ്ടാവുന്നത് എന്ന് മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും അതിൻ്റെ പൂർണ്ണത. അതാണ് നമ്മൾ തുടർന്ന് 3-ാം അധ്യായം തുടങ്ങി വായിക്കുന്നതായിട്ടുള്ള കാര്യം. ഈ ദിവസങ്ങളിൽ ഈ റിയാലിറ്റി കണ്ട് അതിൽ നിലനിൽക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.